എല്ലാവർക്കും നമസ്കാരം. ഈ ആധുനിക ലോകത്തിൽ ഒരു പുതിയ വേൾഡ് ഓർഡർ ഉണ്ട്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ടെക്നോളജി തന്നെയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിരിക്കുന്നത് നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന ഈ സ്മാർട്ട് ഫോണും തന്നെയാണ്. ഇന്റർനെറ്റിന്റെ, സ്മാർട്ട് ഫോണിന്റെ, സോഷ്യൽ മീഡിയകളുടെ വരവോടെ നമ്മുടെയൊക്കെ ചിന്താരീതികളും ജീവിത രീതികളും റിലേഷൻഷിപ്പിലുള്ള പല കാര്യങ്ങളും സംസ്കാരവും വിശ്വാസങ്ങളും രീതികളും എല്ലാം മാറി മറിഞ്ഞിട്ടുണ്ട്. ഇതൊരു ലോകക്രമം തന്നെയാണ് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന് അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന വലിയ ടെക് കമ്പനികളായിട്ട് നമ്മൾ കാണുന്നത് പ്രധാനമായിട്ടും അമേരിക്കൻ കമ്പനികളെയൊക്കെയാണ്. മെറ്റ അവർ തന്നെയാണ് നമ്മുടെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഇതിലൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും ഇപ്പോൾ നമ്മൾ ചിലവഴിക്കുന്നതും നമ്മുടെ ചിന്താരീതികളെയൊക്കെ സ്വാധീനിക്കുന്നതും ഇതേ പ്ലാറ്റ്ഫോമുകൾ തന്നെയാണ്. ഇപ്പോൾ ചൈനയിലാണെങ്കിൽ ഇതിനെല്ലാം ബദൽ സംവിധാനങ്ങളും ഉണ്ട് അവരുടേതായത്. എന്നാൽ ഇതെല്ലാം ഒരു സോഫ്റ്റ്വെയർ ഫോമാണ് എന്ന് കാണാം. ഈ ടെക് കമ്പനികൾ തന്നെയായിരിക്കും ലോകത്തെ മുന്നോട്ടിന് നയിക്കുന്നത്, ലോകം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഇതാരെങ്കിലും പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് എന്നല്ല പറഞ്ഞത്. സ്വാഭാവികമായിട്ടത് സംഭവിക്കുന്നതാണ്. എന്നാൽ അതൊരു ലോകക്രമത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഈ ഒരു ലോകക്രമത്തിന് ഇളക്കം തട്ടുന്ന രീതിയിൽ ഒരു കാര്യം സംഭവിച്ചാൽ അതായിരിക്കും ഒരു വേൾഡ് വാർ 3ക്ക് കാരണമാവുക. അല്ലാതെ നേരെ മറിച്ച് ഇറാനില്, ഇസ്രായേലില്, ഗാസയില്, സുഡാനില്, നൈജീരിയയില്, ഉക്രൈനില്, റഷ്യയില്, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് പ്രശ്നങ്ങള്, വെനസ്വേലയിൽ ഇപ്പോൾ അമേരിക്ക ഇടപെട്ടത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചുറ്റും കാണുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു വലിയ സ്കെയിലിൽ ലോകത്തെ ഇളക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. അതായത് നമ്മൾ ചിന്തിക്കുന്നത് ഫേസ്ബുക്ക് ഇല്ലാതായാൽ, ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ മെറ്റ, ഗൂഗിൾ, ചാറ്റ് GPT ഇതെല്ലാം പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ്. അതല്ല, ഇതെല്ലാം റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഫോം എന്താണ്? അല്ലെങ്കിൽ നമ്മൾ ഈ സോഫ്റ്റ്വെയർ മാറി ഹാർഡ്വെയർ ആയിട്ട് അതിൻ്റെ ഒരു കോർ എന്താണ് എന്ന് നോക്കിയാൽ വളരെ സിമ്പിളായി പറഞ്ഞാൽ പ്രൊസസ്സറുകൾ അല്ലെങ്കിൽ IC ചിപ്പുകൾ, മൈക്രോ ചിപ്പുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് നമ്മളുടെ മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും ക്യാമറകളിലും കാറുകളിലും മെഡിക്കൽ ഉപകരണങ്ങളിലും യുദ്ധോപകരണങ്ങളിലും ഫൈറ്റർ ജെറ്റുകളിലും ഒക്കെ തുടങ്ങി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന എല്ലാ തരം ഉപകരണങ്ങളുടെയും ബ്രെയിൻ എന്ന് വിശേഷിപ്പിക്കാവുന്നത് അതിൻ്റെ പ്രൊസസ്സറാണ്, അല്ലെങ്കിൽ ഒരു IC ചിപ്പാണ് എന്ന് പറയാം. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലധികം വളരെ ചെറുതായിട്ടുള്ള ഏതാനും നാനോമീറ്ററുകളൊക്കെ മാത്രം വലുപ്പം വരുന്ന സെമി കണ്ടക്ടർ ചിപ്പുകൾ ബില്യൺ കണക്കിന് അടുക്കി വെച്ചിരിക്കുന്ന IC ചിപ്പുകളിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് ഈ ലോകം നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയേക്കാം അതിനിപ്പോൾ എന്താണ്, ഈ പറയുന്ന എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളിലും ഇങ്ങനെ ഒരു ബ്രെയിൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന IC ചിപ്പ്, പ്രൊസസ്സർ. പക്ഷെ അവിടെയാണ് ലോകം ഇന്ന് ആശ്രയിച്ച് നിൽക്കുന്നത് ഒരൊറ്റ കമ്പനിയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. തായ്വാനിലുള്ള TSMC എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള കമ്പനി എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കണം. ഇതുപോലെയുള്ള ലോകകാര്യങ്ങൾ അറിയുമ്പോൾ കൗതുകത്തിനപ്പുറം നമ്മൾ എത്ര നിസ്സഹായരാണ് എന്നുകൂടിയാണ് മനസ്സിലാവുക. ഏത് രാജ്യം എപ്പോൾ എന്ത് ചെയ്യും എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എന്നാൽ അതെല്ലാം ഓർത്ത് ആവലാതിപ്പെടാതെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തിക ഭദ്രത തന്നെയാണ്. ജീവിത ചെലവുകൾ എന്നതിലപ്പുറം ആശുപത്രി ചെലവുകളും കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിവിധ കമ്പനികളെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായ കവറേജ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും കൊടുത്തിട്ടുണ്ട്. സർക്കാർ ഈ കാര്യത്തിൽ GST ഒക്കെ ഒഴിവാക്കിയതുകൊണ്ട് കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാം. മാസം 400 അല്ലെങ്കിൽ 500 രൂപയൊക്കെ അടവിൽ തുടങ്ങുന്ന 1 കോടി വരെയൊക്കെ കവറേജ് ലഭിക്കുന്ന പ്ലാനുകളുണ്ട്. ഡയബറ്റീസ്, തൈറോയ്ഡ് ഇഷ്യൂസ്, BP, ആസ്മ ഇതുപോലെയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിലും അവയ്ക്കൊക്കെ 1ാമത്തെ ദിവസം മുതൽ കവറേജ് ലഭിക്കുന്ന പ്ലാനുകളും നമുക്കിവിടെ കാണാം. ക്ലെയിമിന്റെ കാര്യത്തിൽ പേടി വേണ്ട, 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും കിട്ടും. പിന്നെ വിദേശത്ത് നിന്നൊക്കെ എടുക്കുന്നതിനേക്കാൾ, പ്രത്യേകിച്ച് പ്രവാസികളുടെയൊക്കെ കാര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 35% വരെയൊക്കെ കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചൊക്കെ ആശുപത്രിയിൽ കൊടുക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക. അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഇപ്പോൾ എടുത്താൽ 25% വരെയൊക്കെ ഡിസ്കൗണ്ടും ഉണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. തായ്വാനിലുള്ള TSMC എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള കമ്പനി, അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റൽ എത്രയാണ്, അല്ലെങ്കിൽ ടോട്ടൽ അസറ്റ് എത്രയാണ്, നെറ്റ്വർത്ത് എത്രയാണ് എന്ന് നോക്കിയിട്ടല്ല ഈ കമ്പനിയുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. അവിടെ പോലും അതൊരു ഭീമനാണ്. എന്നാൽ ലോകത്ത് ഇന്ന് ഏറ്റവും പ്രാധാന്യമുള്ള കമ്പനിയാണത്. ഈ ഒരു കമ്പനി ഇല്ലാതായാൽ ഇന്നത്തെ ലോകക്രമം തകർന്നു പോകും. ലോക സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകും. 3ാം ലോക മഹായുദ്ധം വരെ ഉണ്ടായേക്കാം. വെറുതെ ഇതിങ്ങനെ പറയുന്നതല്ല. കാരണം ഇന്ന് ആധുനിക ലോകത്തിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള
92% ചിപ്പുകളും നിർമ്മിക്കുന്നത് TSMC എന്ന് പറയുന്ന ഈ ഒരു ഒറ്റ കമ്പനിയാണ്. തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനി ലിമിറ്റഡ്. 92% എന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക. അമേരിക്കയുടെയോ റഷ്യയുടെയോ ചൈനയുടെയോ ഏത് രാജ്യത്തിൻ്റെയും ആണവ സംവിധാനങ്ങളെ പോലും ICBMകളെ പോലും നിയന്ത്രിക്കാനും കമാൻഡ് ചെയ്യാനും കഴിയുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം പോലും അതിൻ്റെയും ബ്രെയിൻ എന്ന് പറയുന്നത് ഇതേ IC ചിപ്പുകളിൽ തന്നെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇനി ഒരല്പം താഴത്തെ ലെവലിലേക്ക് വന്നാൽ നമ്മുടെ സാധാരണ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഒക്കെ ചിന്തിച്ചാലും അതിൻ്റെയും 60% IC ചിപ്പുകളും എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് TSMC എന്ന് പറയുന്ന ഒരൊറ്റ കമ്പനി തന്നെയാണ്. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഗൂഗിളും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ഒക്കെ അങ്ങ് നിന്ന് പോയാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അതിലും നല്ല പ്ലാറ്റ്ഫോമുകൾ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിൻ്റെ എല്ലാം ഒരു ഫിസിക്കൽ ഫോമിലുള്ള ഈ IC ചിപ്പുകൾ ലോകത്ത് ഏറ്റവും ഭൂരിഭാഗം നിർമ്മിക്കുന്ന ഈ TSMC എന്ന് പറയുന്ന ഈ കമ്പനി ഒരു ദിവസം ചൈന ആക്രമിച്ച് കീഴടക്കുകയോ അങ്ങനെ ചൈന ആക്രമിക്കുമ്പോൾ ഇവർ സ്വയം ഈ കമ്പനിയിലെ വലിയ ഫാബുകളെല്ലാം നശിപ്പിച്ചാൽ, അമേരിക്ക അങ്ങനെ പറഞ്ഞിട്ടുണ്ട് തായ്വാനോട്. തായ്വാൻ പറഞ്ഞു ഞങ്ങൾ പോയി പണി നോക്ക്, ഞങ്ങളത് ചെയ്യില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്നുമല്ല, ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി എന്ന് കരുതുക, ഇങ്ങനെ എന്തെങ്കിലും കാരണവശാൽ ഈ TSMC ഇല്ലാതായി എന്ന് കരുതുക, അടുത്ത ദിവസം മുതൽ നമ്മൾ ആരും ഇന്റർനെറ്റോ മൊബൈൽ ഫോണോ ഒന്നും ഇങ്ങനെ ഉപയോഗിക്കില്ല. പിന്നീട് ഉണ്ടാവുന്നത് നമ്മുടെ കയ്യിലുള്ള സെക്കൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ള ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും ഒക്കെ വളരെ അമൂല്യ വസ്തുക്കളായിട്ട് മാറും. കാരണം പുതിയതായിട്ടൊന്നും ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അതിനൊക്കെ എന്ത് വേണം? ഏറ്റവും പ്രധാനമായിട്ട് ഈ പ്രൊസസ്സർ അല്ലെങ്കിൽ ചിപ്പ് വേണം. അതുണ്ടാക്കുന്ന കമ്പനി ഇല്ലാണ്ടായി. വേറെ ഉണ്ട്, പക്ഷേ മൊബൈൽ ഫോണുകളോ ലാപ്ടോപ്പുകളോ ഒക്കെ പിന്നെയും കുറച്ചൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ലോകം ഇന്ന് ഇങ്ങനെ താങ്ങി നിർത്തുന്ന, ഇന്ന് ഒരുപാട് AI ടൂളുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഇതെല്ലാം എങ്ങനെയാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് ChatGPT, NVIDIA ചിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അതൊന്നും പിന്നെ നടക്കില്ല. കാരണം നിലവിലുള്ളതേ ഉള്ളൂ ഈ പ്രൊസസ്സറുകളാണ് ഈ പരിപാടി മുഴുവൻ ചെയ്യുന്നത്. നിങ്ങൾ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിലും ഗൂഗിളിലും എല്ലാം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇതിൻ്റെ ഡേറ്റാ സെൻറ്ററുകളിലും കാര്യങ്ങളിലുമൊക്കെ സാധാരണമായിട്ടുള്ള ചിപ്പുകളല്ല ഇരിക്കുന്നത്. അതിനൊന്നും പിന്നെ ഒരു റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്ന് വന്നാൽ കാലക്രമേണ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ ഒരു വർഷത്തിനകം ഈ സിസ്റ്റം എല്ലാം, അതായത് ഇന്നത്തെ ആധുനിക ലോകം എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ഏജിലേക്ക് പോകും. നമ്മൾ ഈ പറയുന്ന ഒരു 70കളിലും 60കളിലും ഒക്കെ എങ്ങനെയായിരുന്നോ കാര്യങ്ങൾ, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. പിന്നെ ലോകം എന്നും അങ്ങനെ ആയിരിക്കുമെന്നല്ല പറഞ്ഞത്. കുറച്ച് സമയമെടുക്കും ഇത് പഴയപടിയിലേക്ക് വരാനായിട്ട്. എന്നാൽ അതിനുള്ളിൽ ലോകത്ത് സമാനതകളില്ലാത്ത പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കും. ഒരു 3-4 ലോക മഹായുദ്ധം ഉൾപ്പെടെ. ഇന്ന് ഈ ലോകം നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഒരു ലോകക്രമത്തിൽ ലോകം നീങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യമാണ്. അമേരിക്കയ്ക്ക് അവിടെ ഏറ്റവും അധികം പ്രാധാന്യമുള്ളത് ടെക് ലോകത്ത് തന്നെയാണ്. അങ്ങനെയുള്ള അമേരിക്കയ്ക്കെതിരെ ഒരു ചെക്ക്മേറ്റ് വെക്കാനായിട്ട് ചൈനയ്ക്ക് സാധിക്കും. ഈ TSMC എന്ന് പറയുന്നത് ചൈനീസ് കൺട്രോളിൽ ആയിക്കഴിഞ്ഞാൽ. അതിനെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ ഈ TSMC എന്ന് പറയുന്ന കമ്പനി, ഇതുപോലെ ഒരു കമ്പനി വേറൊരു രാജ്യത്തിന് ഉണ്ടാക്കാൻ, അമേരിക്കയ്ക്കൊന്നും ഉണ്ടാക്കാൻ സാധിക്കാഞ്ഞിട്ടാണോ? സാധിക്കാഞ്ഞിട്ടാണ്. കാരണം ഇന്ന് ലോകത്തിലെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന സെമി കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഇത്തരം ചിപ്പുകൾ നിർമ്മിക്കുക. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്, അതായത് ഒരു 10 നാനോമീറ്ററിൽ താഴെയുള്ളത് പ്രത്യേകിച്ചും. അതായത് നമ്മുടെ മുടിനാരിൻ്റെ ഒരു കനം നോക്കുകയാണെങ്കിൽ അത് ഏകദേശം ഒരു 70,000 അല്ലെങ്കിൽ 90,000 അത്രയുമൊക്കെ നാനോമീറ്റർ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മുടിനാരിനേക്കാൾ ചെറുതാണ് ഇതിനകത്ത് ഉണ്ടാക്കുന്ന ഒരു ചിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടും കൊള്ളാവുന്ന ഒരു ഉപമയല്ല. യഥാർത്ഥത്തിൽ നമുക്കൊരു റെഡ് ബ്ലഡ് സെല്ല് അല്ലെങ്കിൽ ഒരു വൈറസ്, അതിൻ്റെയൊക്കെ വലിപ്പം കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ DNA ഉണ്ട്. ആ DNAയുടെ ഒരു വിഡ്ത്ത് നോക്കിയാൽ ഏകദേശം ആ വലിപ്പത്തിലുള്ള ചിപ്പുകളാണ് TSMC ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 2 നാനോമീറ്റർ. ഇത്രയും ചെറിയ ഒരു സെമി കണ്ടക്ടർ നിർമ്മിക്കണമെങ്കിൽ എന്ത് ടെക്നോളജി ആവശ്യമായിട്ടുണ്ട്, എത്ര വലിയ ടെക്നോളജി ആവശ്യമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ഈ പറയുന്ന ഒരു പ്രൊസസ്സറിന്റെ കാര്യമല്ല, ഈ പറയുന്ന ഇത്രയും ചെറിയ നാനോമീറ്റർ മാത്രം വലിപ്പത്തിലുള്ള ബില്യൺ കണക്കിന്, അതായത് 100 കോടിക്കണക്കിന് ചെറിയ ചിപ്പുകൾ അടങ്ങിയ ഒരു യൂണിറ്റ് ആയിരിക്കും, ഒരു പ്രൊസസ്സർ ആയിരിക്കും നമ്മൾ ഈ പറയുന്ന ഇലക്ട്രോണിക് സാധനങ്ങളുടെ എല്ലാം ബ്രെയിൻ എന്ന് പറയാം. എന്നാൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഉദാഹരണത്തിന് നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ എടുത്താൽ അതിൻ്റെ ഒരു ന്യൂറോൺ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് എന്ന് വെച്ചിട്ട് നമ്മുടെ ബ്രെയിൻ വളരെ ചെറുതാണ് എന്നല്ല പറഞ്ഞത്. പക്ഷേ ആ ബ്രെയിൻ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ അതിൽ ന്യൂറോൺസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പറയുന്ന പോലെയാണ് ഇത്തരം ചിപ്പുകൾ നിർമ്മിക്കുന്നത് TSMC മാത്രമല്ല. ഇവിടെ സാംസങ് ഇല്ലേ, ഇന്റൽ ഇല്ലേ, NVIDIA ഇല്ലേ, AMD ഇല്ലേ, ഇങ്ങനെ എത്രയോ കമ്പനികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്,
ഈ പറയുന്ന NVIDIA അവർ ഡിസൈൻ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, ഉണ്ടാക്കുന്നത് TSMC ആണ്. ഇന്റൽ ഡിസൈൻ ചെയ്യുന്നുണ്ട്, മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്, സാംസങ്ങും ഇങ്ങനെ ചെയ്യുന്നുണ്ട് TSMCയെ പോലെ തന്നെ. പക്ഷേ TSMCയെ പോലെ ഇത്രയും അധികം ഉണ്ടാക്കാനോ ഇത്രയും മികച്ചത് ഉണ്ടാക്കാനോ ഇന്നും ഈ പറയുന്ന കമ്പനികൾക്കൊന്നും, അല്ലെങ്കിൽ മറ്റ് ബദൽ സംവിധാനങ്ങളില്ല. ഇതൊരു റിയാലിറ്റിയാണ്. ഇന്ന് ഈ ലോകം, ടെക് ലോകത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് ഇത്രയധികം മുന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഗൂഗിൾ വലുതായി, ഫേസ്ബുക്ക് വലുതായി, ഇൻസ്റ്റഗ്രാം വലുതായി, വാട്സപ്പ് ഇത്രയും പ്രചാരത്തിലായി. അല്ല, ഇവിടെയാണ് കളി മുഴുവൻ പോയത്. ഈ പറയുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിപ്പുകൾ ഉണ്ടാക്കാനായിട്ട് TSMC എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് സാധിച്ചു. അവർ തന്നെയാണ് ലോകം മാറ്റിമറിച്ചത്, ഇന്നത്തെ ലോകക്രമം കൊണ്ടുവന്നിരിക്കുന്നത്, ഇനി കൊണ്ടുപോകാനും പോകുന്നത്. ഈ കമ്പനി ഇല്ലാതായി എന്ന് കരുതുക, ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ ഗ്ലോബൽ GDPയുടെ 10% അപ്പോൾ തന്നെ ഇല്ലാതാകും. 2008 സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ 0.1% ആണ് ഇടിഞ്ഞതെന്ന് ഓർക്കുക. ഇത് ഒറ്റയടിക്ക് 10%. ഒന്ന് ചിന്തിക്കുക, $10 ട്രില്യൺ അത്രയും ഇടിവ് ഒറ്റയടിക്ക് സംഭവിക്കും. കളി നിസ്സാരമല്ല എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ലോകത്ത് നിന്ന് മിലിറ്ററി പവറിൽ പല രാജ്യങ്ങളും ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കമ്പനിക്ക് മറ്റൊരു ചിപ്പ് ഇതിനെ റീപ്ലേസ് ചെയ്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതുണ്ട്, അത് കഴിഞ്ഞാൽ എന്ത്? എല്ലാം വെറുതെ ഇരിക്കും. TSMCയുടെ ഈ മാനുഫാക്ചറിങ് ഫെസിലിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ, അതിലാണോ കാര്യം? ഒരിക്കലുമല്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് 10,000 കണക്കിന് വരുന്ന അവിടുത്തെ എഞ്ചിനീയേഴ്സിൻ്റെ തലച്ചോറിലാണ് ഇന്ന് ലോകം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് എന്നുകൂടി പറയണം. അവിടെയുള്ള ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ഈ TSMCയുടെ ഇത്രയും എണ്ണം വരുന്ന എഞ്ചിനീയേഴ്സ്, അവരെല്ലാം ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ ആരെങ്കിലും ക്യാപ്ചർ ചെയ്തു എന്ന് കരുതുക, അപ്പോഴും ഇതേ അവസ്ഥ വരും. നമ്മുടെ കൊച്ചി നഗരം ഒരു ദിവസം ഉപയോഗിക്കുന്ന വെള്ളം എത്രത്തോളം ഉണ്ടാകും? അത്രയും വെള്ളം തന്നെയാണ് TSMCയുടെ ഒരു ഫാബില് ഒരു ദിവസം ഈ ചിപ്പുകൾ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള വെള്ളമാണ് അതിന് വേണ്ടത്. എന്തിനാണ് ഇത്രയധികം വെള്ളം എന്ന് ചോദിച്ചാൽ അതൊക്കെ പറഞ്ഞു പോയാൽ സമയം പോകും. ഇത്രയും ചെറിയ ചിപ്പുകൾ നിർമ്മിക്കാനായിട്ട് വലിയ സംഭവമൊന്നും ആവശ്യമുണ്ടായില്ല എന്ന് കരുതിയാൽ അവിടെ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ കാര്യം മാത്രമാണ് ഈ പറഞ്ഞത്. അപ്പൊ തൽക്കാലം ഇത്രയും മതിയെന്ന് കരുതുന്നു. ഈ പറയുന്ന TSMCയുടെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് TSMCയെ കുറിച്ച് പറഞ്ഞു, തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനി. എന്നാൽ ഈ കമ്പനിക്ക് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ചിപ്പുകൾ നിർമ്മിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു ഉപകരണം എന്ന് പറയാം, അത് നിർമ്മിച്ചു കൊടുക്കുന്നത് അത് സ്വയം TSMC ഉണ്ടാക്കുന്നതല്ല, അത് മറ്റൊരു കമ്പനിയാണ്. അതാണ് ASML എന്ന് പറയുന്നത്. TSMCക്ക് ASMLനെ കൂടാതെയോ ASMLന് TSMCയെ കൂടാതെയോ നിലനിൽപ്പില്ല എന്ന് പറയാം. ASML എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ലിത്തോഗ്രഫി എന്നാണ്. എന്താണെന്ന് പറഞ്ഞാൽ EUV ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ് ഒരുപാടുണ്ട്. വളരെ നിസ്സാരമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ഒരു റെഡ് ബ്ലഡ് സെല്ലിനേക്കാളും ചെറുതായിട്ടുള്ള, അതായത് നമ്മുടെ മുടിനാരിന് ഈ പറയുന്ന 10-70,000 നാനോമീറ്റർ കനമുണ്ടെങ്കിൽ 2 നാനോമീറ്റർ ഒക്കെ അത്രമാത്രം വലിപ്പമുള്ള ഒരു നാനോ ചിപ്പ്, അത് UV റേസും മറ്റുമൊക്കെ വെച്ച് കൊത്തിയെടുക്കുന്ന അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്ന അത്രയും നൂതനമായിട്ടുള്ള ഒരു ചിപ്പ് നിർമ്മിച്ചെടുക്കാൻ വേണ്ട ഒരു ഉപകരണം, അത് എത്ര കോംപ്ലക്സ് ആയിരിക്കും അതിൻ്റെ കാര്യങ്ങളെന്ന് ചിന്തിക്കുക. ഇങ്ങനെയുള്ള ചില ലിത്തോഗ്രാഫിക് മെഷീനുകളാണ് ASML ഉണ്ടാക്കുന്നത്. ഇതേ സംഭവം ഉപയോഗിച്ചിട്ടാണ് TSMC ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഷെഫുണ്ട്, ഒരു ഓവനുമുണ്ട്. ഈ ഷെഫിന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാം, പക്ഷെ അതിന് ഒരു പ്രത്യേകതരം ഓവൻ വേണം. ആ ഓവനാണ് ASML എന്ന് കരുതുക, TSMCയെ ഈ ഷെഫായിട്ടും കരുതുക. കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അല്ലായിരുന്നുവെങ്കിൽ ASMLന് തന്നെ ഒരു ഫൗണ്ടറി ആയാൽ മതി. TSMC ചെയ്യുന്ന അതേ കാര്യങ്ങൾ ASMLന് ചെയ്യാനായിട്ട് സാധിക്കേണ്ടതാണ്. കാരണം അവരാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള മെഷീൻസ് ഉണ്ടാക്കുന്നത്, ഈ ചിപ്പുകൾ ഉണ്ടാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മെഷീൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഓരോ യൂണിറ്റുകളുടെയും വില എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഒരു യൂണിറ്റുകൾ എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. അത്തരത്തിലുള്ള ആയിരക്കണക്കിന് ഈ പറയുന്ന മെഷീൻ യൂണിറ്റുകളാണ് ഇന്ന് ഈ ലോകത്തെ മനുഷ്യരെ എല്ലാം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. എങ്ങനെയാണ്? നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസുകളിലൂടെ. ഈ പറയുന്ന ഫേസ്ബുക്കും യൂട്യൂബും മെറ്റയും വാട്സപ്പും എല്ലാം ഇരിക്കുന്ന സെർവറുകളുണ്ട്, ഡേറ്റാ സെന്ററുകളുണ്ട്. അവിടെ എല്ലാം കാര്യങ്ങൾ AI വെച്ചും കാര്യങ്ങൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതും എല്ലാം, ഇതിൻ്റെ ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ബ്രെയിൻ എന്ന് പറയുന്നത് പോലെ ഇത്തരം ചിപ്പുകളിൽ, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ചിപ്പുകളിലും അടിസ്ഥാനപ്പെടുത്തിയാണ് അതൊക്കെ ഇരിക്കുന്നത്. ലോകം വളരെ വിശാലമാണ്, സങ്കീർണമാണെന്ന് പറയുന്ന പോലെ എത്ര ചെറുതാണ് എന്ന് കൂടി മനസ്സിലാക്കുക. ഈ പറയുന്ന ASML എന്ന് പറയുന്നത് ഒരു ഡച്ച് കമ്പനിയാണ്. ഈ ASML ഇല്ലാതെ തായ്വാനിലുള്ള TSMCക്ക് ഒരു നിലനിൽപ്പുമില്ല. TSMC എന്ന് പറയുന്നത് പോലെ തന്നെ സ്വതന്ത്രമായിട്ട് നിലനിൽക്കുന്ന ഒരു കമ്പനിയാണ് നെതർലൻഡ്സിലുള്ള ASML. അതും ഏതെങ്കിലും ചേരിയിലോ ഒന്നുമല്ല.
TSMC എന്താണ് ചെയ്യുന്നത്? അവർ സ്വന്തമായി ഡിസൈൻ ചെയ്യുന്നൊന്നുമില്ല. മറ്റുള്ളവർ ഇപ്പോൾ ഉദാഹരണത്തിന് NVIDIA ഒക്കെ പറയുന്നു. NVIDIA ഒക്കെ എന്ത് സെറ്റപ്പായി വരുന്നു എന്ന് ചിന്തിക്കുക. ChatGPT ഒക്കെ തന്നെ അതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയുള്ള NVIDIA പോലും ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നു. ചിപ്പ് ഉണ്ടാക്കുന്നത് TSMC ആണ്. ഇതുപോലെയാണ് TSMC നിൽക്കുന്നത്. ഞങ്ങളായിട്ട് ഒരു കോമ്പറ്റീഷൻ ഇല്ല. നിങ്ങളെല്ലാം വളർത്തി തരാം. നിങ്ങളുടെ ചിപ്പുകൾ ഞങ്ങൾ ഉണ്ടാക്കി തരാം. ഈ പറയുന്ന പോലെയാണ് ASML നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള TSMCയെ ചൈന കൺട്രോളിലാക്കി ലോകാധിപത്യത്തിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്ക എന്ത് ചെയ്യും? നെതർലാൻഡ്സിലുള്ള ഈ ASMLനെ അമേരിക്കയും കൺട്രോളിലാക്കും. ഈ ഒരു ചെക്ക്മേറ്റ്. ജിയോ പൊളിറ്റിക്സ് നോക്കുന്നതിനപ്പുറം നിലവിലുള്ള ലോകക്രമം എങ്ങനെ, അവിടെ ഇന്ന് ലോകം തന്നെ മുന്നോട്ട് പോകുന്ന ടെക് കമ്പനികൾക്കും ഒക്കെ എത്ര പ്രാധാന്യമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് സത്യമാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇതൊന്നും അല്ല, വേറെ ഭൗമ രാഷ്ട്രീയ വിഷയങ്ങളാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനോടൊപ്പം ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം കൂടി സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഹോസ്പിറ്റൽ ചെലവുകളൊക്കെ കൂടി വരുന്ന ഇക്കാലത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളുടെ പ്ലാനുകളൊക്കെ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു പോളിസി മതിയായ കവറേജോട് കൂടി 25% വരെയൊക്കെ ഡിസ്കൗണ്ടോട് കൂടി എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോ കുറിച്ച് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള എല്ലാ സംശയങ്ങളും, വിമർശനങ്ങളും, നിർദ്ദേശങ്ങളും, അഭിപ്രായങ്ങളും ഒക്കെ കമന്റിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.